നമ്മളിപ്പോ ഒരു മുനിസിപ്പാലിറ്റിയിലായാലും കോർപ്പറേഷനിലായാലും ഏതെങ്കിലും ഒരു പ്രത്യേക പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഈ വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാൻ സ്ഥാപിക്കുമ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആകുന്നുണ്ട്. അത് സെൻട്രലൈസ്ഡ് ആണ്. പിന്നെ രണ്ടാമത് ആൾക്കാർക്ക് ഉണ്ടാക്കുന്ന ഒരു സാധനം. ഈ നമ്മുടെ ഈ പുതിയ സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്, ഐ വുഡ് സേ. ബിക്കോസ് നമുക്ക് ഇപ്പോൾ ഉറവിട സംസ്കരണം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ മാലിന്യ സംസ്കരണത്തിൻ്റെ ഒരു ഗൈഡിങ് പ്രിൻസിപ്പിൾ എന്നുള്ളത്. ഉറവിട സംസ്കരണം ചെയ്യാൻ കഴിയാത്ത ചില സാമഗ്രികളുണ്ടായിരിക്കും. അവയെ നമ്മൾ ശേഖരിച്ച് കൊണ്ടുവന്ന് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റിലോ അല്ലെങ്കിൽ ഒരു ലാൻഡ് ഫില്ലിലോ നമ്മൾ വിനിയോഗിച്ചേ പറ്റും. അപ്പോൾ രണ്ടും കൂടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മോഡിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. അപ്പോൾ ഉറവിട സംസ്കരണത്തിലും നമുക്ക് ഈ ഹരിതകർമ്മസേനയെ ഇപ്പോൾ പരിശീലനം നൽകുന്നത് മുതലുള്ള കാര്യങ്ങൾ KSWMPയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് ശേഖരിക്കേണ്ടത്, എങ്ങനെയാണ് അതിപ്പോൾ വെയ് ചെയ്യേണ്ടത്, MCF നിന്നും അത് കറക്റ്റായിട്ട് അത് പിക്ക് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഒരുപാട് ഏജൻസീസിൻ്റെ ഒരു കോർഡിനേഷൻ്റെ ഒരു ആസ്പെക്റ്റും കൂടെ അവിടെ വരുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിലെല്ലാത്തിലും നമ്മളും ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. പ്ലസ് നമ്മുടെ മേജറായിട്ടുള്ള പ്രോജക്ട്സ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ഒന്ന് ഡംപ് സൈറ്റ് റെമഡിയേഷൻ ആയിരിക്കും. ഇറ്റ്സ് അറൗണ്ട് 100 crore പ്രോജക്റ്റാണ്. പ്ലസ് നമ്മൾ സയൻറ്റിഫിക് ലാൻഡ് ഫിൽസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്രയത്നത്തിലാണിപ്പോൾ. അത് ഒരു സ്ഥലത്തല്ലായിരിക്കും, കേരളത്തിൽ 5 or 6 സ്ഥലങ്ങളിലായിട്ട് നമ്മൾ അങ്ങോളം ഇങ്ങോളം ഒരു 5 ക്ലസ്റ്റേഴ്സായിട്ടാണ് ഇപ്പോൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ 5 ക്ലസ്റ്റേഴ്സിൽ ഓരോ ക്ലസ്റ്ററിലും ഒരു സയൻറ്റിഫിക് ലാൻഡ് ഫില്ലെങ്കിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു ഐഡിയൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. സയൻറ്റിഫിക് ലാൻഡ് ഫിൽസ് എന്ന് പറയുമ്പോൾ അതൊരു മാലിന്യ സംസ്കരണ പ്ലാന്റ് അല്ല ശരിക്കും. ലാൻഡ് ഫിൽ എന്ന് പറയുന്നത് ഈ സംസ്കരണം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നും ചെയ്യാൻ സാധിക്കാത്ത കുറേ നിഷ്ക്രിയ വസ്തുക്കൾ വീണ്ടും ഉണ്ടാകും. ഇനേർട്ട് ആൻഡ് റിജക്ട്സ് എന്ന് പറയുന്നത്, അവയെ കൊണ്ടിടാനുള്ള സ്ഥലമാണ് ബേസിക്കലി സയൻറ്റിഫിക് ലാൻഡ് ഫിൽ എന്നുള്ളത്. അപ്പോൾ അത് ഒരു ഡംപിങ് യാർഡല്ല, മറിച്ച് ഇറ്റ്സ് ലൈക്ക് എ മാനുഫാക്ചറിങ് യൂണിറ്റ് ഇൻ ഇറ്റ് സെൽഫ്. അപ്പോൾ എവറി ഡേ ദെൽ ബി ആക്ടിവിറ്റീസ് ഗോയിങ് ഓൺ ദെയർ. ഒരു ലെയർ നമ്മൾ ഇനേർട്സ് ഇട്ട് കഴിഞ്ഞാൽ അതിന് ശേഷം യു വിൽ ഹാവ് ടു കോമ്പാക്ട് ഇറ്റ് അഗൈൻ. യു വിൽ ഹാവ് മെഷീൻസ് ദെയർ, യു വിൽ ഹാവ് ഓപ്പറേറ്റേഴ്സ് ദെയർ അഗൈൻ. അപ്പോൾ അത് ഫൈനലി ഇറ്റ് വിൽ ജസ്റ്റ് ലുക്ക് ലൈക്ക് എ പാർക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. ബട്ട് അത് കൃത്യമായിട്ട് അതിൽ നിന്നും ലീച്ചേറ്റ് വരാത്ത രീതിയിൽ ഇനി വന്നാൽ അതിനെ എങ്ങനെയാണ് നമ്മൾ ബയോഫ്യൂവലാക്കി മാറ്റുക എന്നുള്ളതും എല്ലാം നോക്കി അടിയിലും പൈപ്പ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു വെൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള, ഇൻ്റർനാഷണലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ മൊത്തം പ്രോജക്റ്റിൻ്റെ ടു ദ ലാൻഡ് ഫില്ലിൻ്റെ ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓൾസോ, റൈറ്റ്? അപ്പോൾ പ്രോജക്റ്റ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 5 ക്ലസ്റ്റേഴ്സായിട്ട് നോക്കിയിട്ടുണ്ട്. സോ വി ആർ ലുക്കിംഗ് അറ്റ് നോർത്തേൺ ക്ലസ്റ്ററിൽ കാസർഗോഡ് കണ്ണൂർ ഏരിയയിലായിരിക്കും ഒരെണ്ണം. പിന്നെ അടുത്തത് നമുക്ക് പാലക്കാട് കോഴിക്കോട് ഏരിയയിലായിരിക്കും വേറൊരെണ്ണം. എറണാകുളം തൃശ്ശൂർ ആ ഏരിയയിൽ ഒരെണ്ണം, കൊല്ലം ഭാഗത്തൊരെണ്ണം. അങ്ങനെയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. So it should be around something like around 30 acres എങ്കിലും നമുക്ക് ഭൂമി വേണം ഇത് ചെയ്യാനായിട്ട്. ഒരു 20 yearsനുള്ള സയൻറ്റിഫിക് ലാൻഡ് ഫിൽ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു വിൽ നീഡ് അറ്റ്ലീസ്റ്റ് 30 acres. അപ്പോൾ 30 acres നമ്മൾ എടുത്താലും അതിൻ്റെ ഉള്ളിൽ ശരിക്കും നമുക്ക് കോർ ഏരിയ എന്ന് വരുന്നത് ഒരു 10-12 ഏക്കറേ വരുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ നിയമപ്രകാരം ഇതിൻ്റെ ചുറ്റും നമുക്കൊരു ഗ്രീൻ ബെൽറ്റ് ഉണ്ടായിരിക്കണം, അതിന് കുറച്ച് സ്ഥലം വേണ്ടി വരും. പിന്നെ ഒരു ബഫർ സോൺ ഉണ്ടായിരിക്കണം. ബഫർ സോൺ എന്ന് പറയുമ്പോൾ ദ നിയറസ്റ്റ് വാട്ടർ ബോഡി അതിൽ നിന്നും ഇത്രയും ഡിസ്റ്റൻസ് വേണം, ദ നിയറസ്റ്റ് റെസിഡൻസ് അതിൽ നിന്നും ഇത്രയും ഡിസ്റ്റൻസ് വേണം എന്നൊക്കെയുള്ള വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള നിയമങ്ങളാണ്. പ്രത്യേകിച്ചും വേൾഡ് ബാങ്ക് പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പങ്ക്ച്വേഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളത് നോക്കുമ്പോൾ ആക്ച്വലി ഇൻ ഓർഡർ ടു ഗെറ്റ് എ കോർ ഏരിയ ഓഫ് 10 acres യു വിൽ എൻഡ് അപ്പ് ബൈയിങ് അറൗണ്ട് 30 acres. ബട്ട് ദാറ്റ് ഗിവ്സ് എ ലോട്ട് മോർ കോൺഫിഡൻസ് ഇൻ ദ people and the residents in that area also. കാരണം ഒരിക്കലും അവരെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു മാറി വരുന്നു.
അപ്പൊ എങ്ങനെയാ അതിനെ അഡ്രസ് ചെയ്യാ? ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് കൂടി ഇതിൽ വെരി ഇമ്പോർട്ടന്റ്. അതെ, തീർച്ചയായിട്ടും. ഒന്ന്, when we actually tell them that this is what is going to happen എന്നുള്ളത് വളരെ വ്യക്തമായി അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ഒരു വിശ്വാസം വരുന്നുണ്ട്. വെൻ വി ഇപ്പോൾ വെറും ഗ്രാഫിക്സ് ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടോ ബ്രോഷറായിട്ടോ അത് കാണുന്നതിലുപരിയായിട്ട് ഒന്ന് നമ്മൾ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പം പോകുമ്പം ഈ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ഇതിപ്പോൾ ഈ ഗ്ലാസ് പൊട്ടിയാൽ നമ്മൾ എന്താണ് ചെയ്യുക, അല്ലെങ്കിൽ ആ റിമോട്ടിൻ്റെ കവർ പൊട്ടിയാൽ നമ്മൾ എന്താണ് ചെയ്യുക പ്ലാസ്റ്റിക് വെച്ചിട്ട് എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ തുടങ്ങുമ്പോൾ ദാറ്റ് സംതിങ് വിച്ച് ഓക്കെ. സോ നമ്മൾ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കും, അതിനുശേഷം അതിനെന്താണ് പറ്റുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ വയനാട്ടിൽ ഇത്രയും വലിയൊരു ദുരന്തം സംഭവിക്കുമ്പോൾ അതിന് ശേഷമുള്ള മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് എത്ര ഭീമമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്നുള്ള കാര്യങ്ങൾ ആളുകളോട് സംസാരിക്കുമ്പോൾ ശരിക്കും കേരളത്തിൽ എല്ലാവർക്കും അതിൻ്റെ അവബോധമുള്ള ആളുകളാണെന്ന് ഞാൻ പറയും. നമ്മൾ ഇനി കൂടുതൽ അവബോധം നൽകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും എവറിബഡി നോസ് വാട്ട് ഇസ് ടു ബി ഡൺ, എവറിബഡി നോസ് വാട്ട് ഇസ് ഹാംഫുൾ, എവറിബഡി നോസ് വാട്ട് ഇസ് നോട്ട് ഹാംഫുൾ, എല്ലാം അറിയാം ആളുകൾക്ക്. അതെ, എക്സാക്ട്ലി. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് വ്യക്തതയോടെയും കൃത്യതയോടെയും നമ്മൾ ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം ജനങ്ങളിൽ ജനിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത്. ആദ്യം തൊട്ടേ ഇത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സങ്കീർണമാണ്. ദാറ്റ് പാർട്ട് ഐ തിങ്ക് ഇസ് ഓൾറെഡി ടേക്കൺ കെയർ ഓഫ്. അപ്പോൾ പലരും നമ്മൾ ഉണ്ടാക്കുന്ന വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരുന്ന ഹരിത കർമ്മസേനയ്ക്ക് മാസം ഒരു 50 രൂപ കൊടുക്കാൻ മടി കാണിക്കുന്നവരാണ് പലരും. അത് കാരണം ഉണ്ടാകുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ആളുകളോടാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു അവയർനെസ് എങ്ങനെ കൺവിൻസിംഗ്ലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? I think it's the conviction in what you do that kind of reflects on the person who listens to you also, at the end of the day. ഞാൻ കണ്ടെടുത്തോളം പൊതുജനങ്ങളുടെ ഒരു വിശ്വാസ്യത നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മളിത് ചെയ്യും, പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യും എന്നുള്ള ഒരു വിശ്വാസ്യത ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ പോലെ മുൻ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തിനാണ് എതിർക്കുന്നത് എന്ന് പോലും അറിയാതെ എതിർക്കുന്ന ധാരാളം ആളുകളുണ്ട്. മറ്റു പലരും എതിർക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം എതിർക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇതാണ് കാര്യം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അതിന് നമ്മൾ പല മാർഗങ്ങളും പല ഈ പറഞ്ഞ രീതികളുമൊക്കെ വിനിയോഗിക്കുന്നു എന്നുള്ളത്. ഓരോ വിഭാഗത്തിനും ഓരോ തരത്തിലുള്ള ഒരു വിനിമയമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ശരിക്കും എല്ലാവർക്കും ഒരേ രീതിയിലുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് റെസ്പോൺസ് എന്ന് പറയുന്നതും പലതരത്തിലുള്ള പ്രതികരണമാണ് നമുക്ക് വരുന്നത്. പലപ്പോഴും ശരിക്കും നമ്മൾ ഈ സ്ഥലം നോക്കി പോകുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ആളുകൾക്കൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലാഞ്ഞിട്ടും ദൂരെയുള്ള ആളുകൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലങ്ങൾ വരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഈ സ്ഥലം തരാനായിട്ട് തയ്യാറാകുന്ന ആളുകൾ, ഇപ്പം നമ്മൾ കുറച്ച് പേരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവർ വളരെ അധികം സഹകരിക്കുകയും ഒക്കെ സ്ഥലം തരാനൊക്കെ തയ്യാറായിരിക്കുമ്പോഴും ചിലപ്പോൾ ദൂരെയുള്ളവർ അതിന് തയ്യാറാകാത്ത സാഹചര്യങ്ങളും കണ്ടിട്ടുണ്ട്. ബട്ട് അത് ഇപ്പോൾ ജനങ്ങൾ സഹകരിക്കാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഈ ഒരു പ്രശ്നം നമ്മൾ തലമുറകളായിട്ട് ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ശരിക്കും ഒരൊറ്റ പരിഹാരമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഒറ്റ പരിഹാരം എന്നുള്ളതില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉത്തരം. ദർ ഇസ് നോ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ ദിസ്, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ വൺ ടൈം സൊല്യൂഷൻ ഈദർ ഫോർ വേസ്റ്റ് മാനേജ്മെൻറ്റ്. യു ഹാവ് ഡിഫറെൻറ്റ് methods through which you manage waste, plus you have to constantly keep on doing that. നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ് എന്ന് പറയുന്നത് പോലെ ഒരിക്കൽ അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് റൺ ആയിക്കോളുമെന്ന് പറഞ്ഞ് നമുക്ക് വിടാൻ പറ്റുന്ന കാര്യമല്ല. ബിക്കോസ് ഓൾ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ കണ്ടിന്യൂസ്ലി എൻഗേജ്ഡ് ഇൻ ദിസ് പ്രോസസ്സ്. കാരണം മനുഷ്യനുള്ളിടത്തോളം കാലം മാലിന്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം മാലിന്യ സംസ്കരണത്തിനുള്ള ശാസ്ത്രീയമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ടുള്ള ഒരു പ്രക്രിയ ആണെന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് ചെയ്താൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അപ്പോൾ ആരെയും ഒരു സമ്മർദ്ദം ചെലുത്തി നമുക്കത് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രക്രിയ അല്ല. അതുകൊണ്ട് തന്നെ വി ആർ
taking it as convincingly as possible with everybody involved. അപ്പം ഇപ്പോൾ ഓരോ സ്ഥലത്തും അവിടെ പോയി ജനങ്ങളെ കണ്ടും ഒപ്പം ജനപ്രതിനിധികളെ കണ്ടും മറ്റ് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യവും. ബട്ട് ഇതിൻ്റെ ആവശ്യകത എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും അറിയാം. ദാറ്റ്സ് വൈ ഐ സെഡ് ഇറ്റ് മേക്സ് our job a bit easier. ഒരു വിശ്വാസ്യത നേടിയെടുക്കുക എന്നുള്ളത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ടെന്നുള്ളതും അത് പൊതുജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഹാനികരമായിട്ടുള്ള പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്നുള്ളതും ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.